രാഗേന്ദ്രം വെങ്കടരാമ രാഗാമൃതം വെങ്കടരാമ രാഗാമൃതം മാനസ സഞ്ചരരേ ബ്രഹ്മണി മാനസ അന്ന് നമ്മൾ കേട്ടിരിക്കുന്ന ശ്യാമരാഗത്തിൽ ബാലമുരളികൃഷ്ണ അത് മറ്റൊരു തരത്തിൽ പാടില്ലേ. മാനസ സഞ്ചരരേ ബ്രഹ്മണി മാനസ സഞ്ചരരേ മാനസ സഞ്ചരരേ പാടിയിട്ടുണ്ട്. കാരണം അതെന്താണ്, ഒരു കൃതി തീർച്ചയായിട്ടും കൂടുതൽ ആഴത്തിലേക്ക് സംഗീതത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. ബാലമുരളികൃഷ്ണ പോലെയുള്ള വളരെ വിദഗ്ധർ പോലും അങ്ങനെ ചെയ്തിരിക്കുന്നു. പക്ഷെ അനീഷിനും അതുപോലെ അതിന് സമാനമായിട്ട് തന്നെ പലതും ചെയ്യാൻ സാധിച്ചില്ലേ? ആരൊക്കെ ചെയ്തിട്ടുണ്ട്? നമുക്ക് ഈ സംശയിക്കുന്നവര് എത്ര പേര്? അപ്പൊ അദ്ദേഹത്തിന് എല്ലാ അനുമോദനങ്ങളും വളരെ വളരെ സന്തോഷത്തോടുകൂടി ഈ വേദിയിൽ ഞാൻ കൊടുക്കുകയാണ്. തീർച്ചയായിട്ടും. ഇനി നമുക്ക് അനീഷ് സാറിലേക്ക് വരാം. സാറാണ് ഇതിൻ്റെയൊക്കെ ഒരു കാരണക്കാരൻ. അപ്പം നമ്മൾക്ക് ഇങ്ങനെ ഒരു ചർച്ച ഇവിടെ ചെയ്യാനും ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മുടെ ലോകത്തിന് മുമ്പിലേക്ക് കൊണ്ടുവന്നതിനൊരു കാരണക്കാരൻ എന്ന് പറയുന്നത് അനീഷ് സാറാണ്. സാറിനോട് ചോദിക്കാനുള്ള ചോദ്യം എന്ന് പറയുന്നത്, സാർ ഇതിലേക്ക് എത്തിപ്പെട്ടത് എങ്ങനെയാണെന്ന് ഒന്നും കൂടി ഒന്ന് വിശദീകരിക്കാമോ? കാരണം എല്ലാവരും നമ്മൾ ന്യൂസ് ചാനലിലൊക്കെ വന്നിരുന്നു എങ്കിൽ പോലും സാർ അത് പബ്ലിഷ് ചെയ്ത സമയത്ത് ഇതിനെക്കുറിച്ച് പറഞ്ഞിരുന്നെങ്കിൽ പോലും അത് വ്യക്തമായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പലരും പലതരത്തിലാണ് അതിനെ കണ്ടിട്ടുള്ളത്. സാർ എങ്ങനെയാണ് ഇതിൽ എത്തിപ്പെട്ടതെന്ന് ചോദിക്കുമ്പോൾ അത് എന്തുകൊണ്ടാണ് അങ്ങനെ കണ്ടെത്താൻ ഒരു കാരണം എന്ന് ചോദിക്കുമ്പോഴും അതിനകത്ത് തന്നെ പല അഭിപ്രായം വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 72 മേളകർത്താ പദ്ധതി അസമ്പൂർണം എന്ന് സാറ് പറഞ്ഞത് അതിന് വേറൊരു തരത്തിൽ അതിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. വെങ്കിടമഖി ചെയ്ത മേളകർത്താ പദ്ധതി എന്ന് പറഞ്ഞതിന് പകരം മുത്തുസ്വാമി ദീക്ഷിതരുടെ മേളകർത്താ പദ്ധതി തെറ്റാണെന്ന് അനീഷ് സാറ് പറഞ്ഞു എന്നാണ് വ്യാഖ്യാനിച്ചു വന്നത്. അപ്പോൾ നമുക്ക് അതിന് തീർച്ചയായിട്ടും അതിനൊരു നല്ലൊരു ഉത്തരം നമുക്ക് ഇവിടുന്ന് ലഭിക്കണം. അപ്പോൾ സാർ എങ്ങനെയാണ് അതിലേക്ക് വന്നത്? അത് കണ്ടെത്താനുള്ള കാരണം എന്താണ്? അതൊന്ന് നന്നായിട്ടൊന്ന് വിശദീകരിച്ച് തന്നാൽ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന കുട്ടികൾക്കും എല്ലാവർക്കും അതൊന്നുകൂടി മനസ്സിലാവാനുള്ളൊരു സാഹചര്യം ഉണ്ടാവും. നമസ്കാരം. ആദ്യമായിട്ട് എൻ്റെ ഗുരു പാർത്ഥിവൻ സാറ്, സത്യനേഷ് സാറ്, ശശികുമാർ സാറ്, മിസ് എല്ലാവരെയും ഓർത്തുകൊണ്ട് എല്ലാവരെയും മുൻപിൽ നിന്ന് ഇങ്ങനൊരു പരിപാടി അവതരിപ്പിക്കാൻ സാധിച്ചതിൽ ദൈവത്തിന് നന്ദി പറയുന്നു. കാരണം ഞാൻ ആദ്യം മുതൽ പറയാനായിട്ട് ഒത്തിരി കാര്യങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം പോലും സോഷ്യൽ മീഡിയയിലോ ഒന്നും എനിക്ക് പറയാൻ സാധിക്കുന്നില്ല. കാരണം എല്ലാം എതിരായിട്ടാണ് വരുന്നത്. 1880 ജനിച്ച എണ്ണപ്പാടം വെങ്കിട്ടരാമ ഭാഗവതരുടെ ഒരു പുസ്തകം എനിക്ക് 94 കിട്ടി. ഞാൻ മ്യൂസിക് കോളേജിൽ പഠിക്കാൻ ചെല്ലുന്ന സമയം 98 അപ്പം അന്ന് ഞാൻ ഈ 98 പുസ്തകം കിട്ടിയപ്പം ഞാൻ ഓർത്ത് പാട്ട് ട്യൂൺ ചെയ്യാനായിട്ട് എനിക്ക് എപ്പോഴും ആഗ്രഹം, പാടുക എന്നുള്ളതിലപ്പുറം. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിലൊരു കൃതി എടുത്ത് വെറുതെ ട്യൂൺ ചെയ്ത ശകടാസുര ഭഞ്ജന എന്നൊരു കൃതി അത് ചെയ്ത് കഴിഞ്ഞിട്ട് അന്ന് ക്യാസറ്റുള്ളൂ, CD ഒന്നുമില്ല. അപ്പം ഈ ക്യാസറ്റ് എനിക്കറിയത്തില്ലല്ലോ കൃതികൾ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ക്ലാസിക്കൽ ആകെപ്പാടെ അറിയാൻ സ്വാമിനാഥ പരിപാലയ ഗാനമേളയ്ക്ക് പാടിയുള്ള പരിചയമുള്ളൂ. അപ്പോൾ അതും വെച്ചുകൊണ്ട് ഞാനിത് ആദ്യം സാറൊക്കെ സുബ്രഹ്മണ്യ സാറ് പ്രിൻസിപ്പൽ ഇൻചാർജാണ്. അപ്പോൾ ഞാൻ സാറിനോട് പറഞ്ഞു ഇങ്ങനൊരു കൃതി ചെയ്തിട്ടുണ്ട്, ഒന്ന് കേൾക്കാൻ പറ്റുമെന്ന് ചോദിച്ചത് സത്യനേഷ് സാറിനോട് ചോദിക്കുന്നത്. സാറ് കോളേജിൽ എൻ്റെ അധ്യാപകനാണ്. അപ്പോൾ സാറ് പറഞ്ഞു കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ സാറും ഞാനും സുബ്രഹ്മണ്യ സാറോട് ഇത് കേൾക്കുന്നു. എന്നാൽ സുബ്രഹ്മണ്യ സാറിനെ അന്ന് സുബ്രഹ്മണ്യ സാർ പുതിയ 2ാമത് കോളേജ് എനിക്കറിയില്ല, ഞാൻ ആദ്യമായിട്ട് കാണുന്നുണ്ട് സുബ്രഹ്മണ്യ സാറിനെ.
സാറവിടെ പഠിപ്പിക്കുന്നുമുണ്ട്. സുബ്രഹ്മണ്യ സാറ് ചോദിച്ചൊരു ചോദ്യമുണ്ട്, കീർത്തനങ്ങളൊക്കെ ചെയ്യാനായിട്ടുള്ള മാനദണ്ഡങ്ങളെക്കുറിച്ച് വല്ല അറിയുമെന്ന് ചോദിച്ചു, എന്നോട് ചോദിച്ചാൽ. അപ്പോൾ സാറ് എടുത്ത് വായിക്ക് പറഞ്ഞു, മാനദണ്ഡം നോക്കാൻ പറയട്ടെ, കേൾക്കാൻ നല്ലതാണോ നോക്കാൻ പറഞ്ഞു. സാറ് പറഞ്ഞതാ, മാനദണ്ഡമൊക്കെ അവിടെ നിൽക്കട്ടെ, ഇത് കേൾക്കാൻ നല്ലതാണ്. അപ്പോൾ സാറ് പറഞ്ഞു നന്നായിരിക്കുന്നു. അപ്പോൾ സാറ് ചോദിച്ചത് ആരുടെ കൃതിയാണ്? അപ്പോൾ ഞാൻ പറയും എണ്ണപ്പാടം വെങ്കിട്ടരാമ ഭാഗവതരുടെ. അപ്പോൾ വേറെ കൃതികളുണ്ടോ? ഇല്ല. അപ്പോൾ എനിക്ക് വെറുതെ ചെയ്തു നോക്കിയൊരു കൃതിയാണ്. രാഗവേദാന്നൊന്നും അറിയത്തില്ല, വെറുതെ സിനിമാ പാട്ടിൻ്റെ രീതിയിലൊരു കൃതി അങ്ങ് ചെയ്ത്, ശകടാസുര ഭഞ്ജന. പിന്നീടൊരു സംഭവം നടന്നത്, കാലങ്ങൾക്ക് ശേഷം ഇതിനെക്കുറിച്ച് കൂടുതൽ കൃതികൾ ചെയ്തു വന്നപ്പോൾ അന്ന് ചെയ്ത കൃതിയുടെ, അപ്പം ഞാൻ ആദ്യം ഇതിന് വരികൾ എഴുതി വെച്ചിട്ട് വെറുതെ ട്യൂൺ ചെയ്യുക, രാഗം ഏതാണ് താളം ഏതാണെന്ന് നോക്കുന്നൊന്നുമില്ല. കാലങ്ങൾക്ക് ശേഷം ഒരു 10-15 വർഷത്തിന് ശേഷം ആ പുസ്തകത്തിൽ നോക്കിയപ്പം ഞാൻ ചെയ്ത രാഗവും ആ പുസ്തകത്തിൽ എണ്ണപ്പാടം വെങ്കിട്ടരാമഭാവർ ചെയ്തു വെച്ചിരിക്കുന്ന രാഗവും ഒന്ന് തന്നെയായിരുന്നു. അതെങ്ങനെയാണെന്നൊരു പിടുത്തവുമില്ല. അതൊരു കാര്യം. ഇതുപോലെ തന്നെ ഈ വെങ്കിട്ടരാമ ഭാഗവതരുടെ പുസ്തകത്തിലേക്ക് വരുന്ന ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ 4ാം ക്ലാസ്സിൽ വെച്ച് എല്ലാ കണക്ക് പഠിപ്പിച്ച അധ്യാപകൻ ഒരു കണക്ക് ചെയ്യിച്ചിട്ട് ആരും ചെയ്തില്ല, ബോർഡ് പോയിട്ട്. അപ്പം ഞാനത് ചെയ്ത്, ഞാൻ പാറമ്പഴ സ്കൂളിലാണ് പഠിച്ചത്. ഞാനത് ചെയ്ത് കഴിഞ്ഞപ്പം എല്ലാവരും അടിച്ച്, എനിക്കിട്ട് അടി കിട്ടിയില്ല. അപ്പോൾ കണക്കിൻ്റെ സാറ് പിറ്റേ ദിവസം വന്നിട്ട്, ഞാൻ പിറ്റേ ദിവസം ഇല്ല സ്കൂളിൽ. അപ്പോൾ ഗാനമേളയ്ക്ക് പാടാൻ തുടങ്ങി, മംഗളം ഓർക്കസ്ട്രയിൽ 4ാം ക്ലാസ്സിൽ വെച്ച് പഠിക്കുമ്പോൾ. അപ്പോൾ അത് കാരണം പലപ്പോഴും സ്കൂളിൽ ചെല്ലാറില്ല. അപ്പോൾ സാറ് പിറ്റേ ദിവസം ചോദിച്ച്, ഇന്നലെ ഇവിടെ ഇരുന്ന പയ്യൻ എന്തെന്ന് ചോദിച്ചാൽ പറഞ്ഞു, ആ വെങ്കിട്ടരാമൻ എന്തെന്ന് ചോദിച്ചു. സാറ് ചോദിച്ചേ, ആ വെങ്കിട്ടരാമൻ എന്തിയാന്ന് സാറ് ചോദിച്ചു. അപ്പം ഞാൻ ഈ അടുത്ത കാലത്ത് എൻ്റെ കൂട്ടുകാരോട് ചോദിച്ചു. അപ്പോൾ എല്ലാവരും പിന്നെ എന്നെ വെങ്കിട്ടരാമൻ സ്കൂളിൽ വിളിക്കുന്നത്. അപ്പോൾ എൻ്റെ കൂട്ടുകാരോട് ഞാൻ ഈ ഇടയ്ക്ക് ചോദിച്ചു, ഈ ഒരു 1-2 വർഷം വെച്ച് ബേബി ജോൺ എന്ന് പറയുന്ന എൻ്റെ കൂടെ പഠിച്ചത്, ഞാൻ ബേബിയോട് ചോദിച്ചു എന്താണ് എന്നെ അന്ന് വെങ്കിട്ടരാമ. അപ്പോൾ ബേബിയാണ് ഈ കഥ പറയുന്നത്, ഞാനതൊക്കെ മറന്നുപോയി. അപ്പോൾ എല്ലാം കൂടെ നോക്കുമ്പോൾ ഞാൻ ചെയ്ത കൃതികളുടെ വക്താവ് വെങ്കിട്ടരാമ ഭാഗവതരാണ്. ഇതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല, അതെനിക്ക് അങ്ങനെ അങ്ങ് വന്നു. പിന്നെ ഇതിനകത്ത് ഇങ്ങനെ ചെയ്തു വന്നപ്പം സത്യനേശ് സാർ തന്നെ എന്നോട് ചോദിച്ചു, തനിക്ക് രാഗങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ മേലെന്നൊരു ദിവസം ചോദിച്ചാൽ, സാറ് ഓർക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. സാർ എന്നോട് ചോദിച്ചു. അപ്പം ഞാൻ സാറിനോട് അതിന് ഉത്തരം പറഞ്ഞത്, ഉള്ളതറിയത്തില്ല, അന്നേരം പിന്നെ പുതിയതെങ്ങനെ സാറാണ് കണ്ടുപിടിക്കുന്നത് ചോദിച്ചത്. എനിക്ക് ഉള്ളത് തന്നെ അറിയത്തില്ല. കാരണം ഈ കണ്ട രാഗങ്ങൾ എണ്ണപ്പെടാത്തത്ര രാഗങ്ങളുണ്ട്, അതെല്ലാം നമുക്കൊന്നും അറിയത്തില്ല. ആകെപ്പെടെ പഠിച്ച മെയിൻ കുറേ രാഗങ്ങൾ, നമ്മളിവിടെ കേൾക്കുന്ന എല്ലാം മെയിൻ കുറേ രാഗങ്ങളാണ്. അതുപോലെ മൊത്തം അറിയാൻ പറ്റാത്ത ഞാൻ എങ്ങനെയാണ് പുതിയ രാഗം കണ്ടുപിടിക്കുന്നത്? പക്ഷേ സാറിൻ്റെ അനുഗ്രഹമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ആദ്യം ഒരു രാഗം മനസ്സിൽ വരുന്നു, മധുരിത എന്നൊരു രാഗം, അതിന് പേര് കൊടുക്കുന്നു. പിന്നീട് അതിന് ശേഷം അത് 72 മേളകർത്താ പദ്ധതിയിൽ നിന്നുണ്ടായ ജന്യരാഗങ്ങളാണ്. അത് ഒരു 33 രാഗങ്ങളുണ്ടായി. അതിനുശേഷം ഞാൻ എപ്പോഴും എൻ്റെ ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ ഈ സംഗീത പുസ്തകങ്ങൾ എല്ലാം വായിക്കുക എന്നുള്ള, സംഗീത കൽപ്പദ്രുമം, നമ്മുടെ ദക്ഷിണ സംഗീതത്തിന് 4 വോളിയമുണ്ട്. ഇതെല്ലാം ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ മ്യൂസിക്കിൻ്റെ തിയറി സാറ് പറഞ്ഞു ശരിയല്ല എന്ന് സാർ അല്ലേ സാറിപ്പോൾ പറഞ്ഞാണ്. തിയറി നോക്കുമ്പോൾ ചിലപ്പോൾ ആകാം, ചിലപ്പോൾ അല്ലയോ, ഇതൊക്കെ നമുക്കൊരു കൃത്യ ഉത്തരം തരുന്നില്ല. അതിനകത്ത് മെയിൻ ഒരു കാര്യമാണ്, 72 മേളകർത്താ രാഗത്തിൽ നിന്നും 483 രാഗങ്ങൾ ജനിക്കുമെന്ന് പുസ്തകത്തിൽ പറഞ്ഞ് ഉണ്ടാകാമെന്നാണ് പറയുന്നത്. അല്ല സാറേ, ഉണ്ടാകാമെന്നാണ് പറയുന്നത്. അത് ഉണ്ടോ ഇല്ലയോ എന്ന് കൃത്യമല്ല. 483 രാഗങ്ങൾ ഒരു മേളകർത്താ രാഗത്തിനും ജനിക്കും, 20 രാഗങ്ങൾ വക്രമായിട്ടും ജനിക്കും. അങ്ങനെ 503 രാഗങ്ങൾ ഒരു രാഗത്തിനും ജനിക്കുമെന്ന് പറയുന്നില്ല കൃത്യമായിട്ട്. അപ്പം ഞാൻ അതൊക്കെ വായിച്ചു വന്നപ്പോൾ ഒരു പേപ്പറിൽ, അതായത് ദക്ഷിണ സംഗീതം ഞാൻ എടുത്തിട്ടുണ്ട്, ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്, ആർക്കുണ്ടെന്ന് നോക്കാം. അതിൻ്റെ 37ാമത്തെ പേജിൽ പറയുന്ന മുത്തുസ്വാമി ദീക്ഷിതർ പറയുന്നു, ഈ മേളകർത്താ പദ്ധതി അസമ്പൂർണ്ണ പദ്ധതിയാണ്. അപ്പോൾ എനിക്ക് ഞാൻ സാറ് പറഞ്ഞല്ലോ, അപ്പം മിസ്സ് ആദ്യം തുടങ്ങിയപ്പോഴേ പറഞ്ഞു, ഞാനൊരു ക്ലാസിക്കൽ ഗായകനായിട്ട് വന്ന ഒരാളല്ല, ഞാൻ ഗാനമേളപ്പാട്ടുകാരനായിട്ട് വന്ന ആളാണ്. എനിക്ക് പാട്ടുകാരനായി വന്നെങ്കിൽ പോലും പാട്ടുകാരനായിട്ട് അങ്ങനെ പോകാൻ എനിക്ക് ആഗ്രഹിച്ചില്ല. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഒരു സംഗീത സംവിധായകനായിട്ട് എൻ്റെ പേര് സിനിമയിലോ അല്ലെങ്കിൽ തിയേറ്ററിലൊക്കെ ഒന്ന് എഴുതി കാണിക്കണമെന്ന് ആഗ്രഹിച്ചൊരു വ്യക്തിയാണ് ഞാൻ. അല്ലാതെ ഒരു സിംഗറായിട്ട് വരാനാണ് പണ്ടേ സിനിമയിൽ പാടിയാണ് ഞാൻ. അത് വേണ്ടെന്ന് പല പ്രാവശ്യവും എനിക്ക് അവസരം കിട്ടിയപ്പോൾ ഞാൻ വേണ്ടെന്ന് നോക്കുമായിരുന്നു. എനിക്ക് സംഗീതം ചെയ്യാൻ കിട്ടിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ മുത്തുസ്വാമി ദീക്ഷിതർ അപ്പോൾ എഴുതിയിരിക്കുന്നു,
അസമ്പൂർണ്ണ പദ്ധതി, മേളകർത്ത പദ്ധതി. അപ്പം ഞാൻ ആലോചിച്ച് ഇതെന്താണ് മുത്തുസ്വാമി ദീക്ഷിത അസമ്പൂർണ്ണ പദ്ധതി എന്ന് പറയുന്നത്? അപ്പോൾ എനിക്ക് ഒത്തിരി സംശയമായി. അപ്പോൾ ഞാൻ പല പുസ്തകങ്ങൾ നോക്കുമ്പം എല്ലായിടത്തും ഇത് തന്നെയാണ് പറയുന്നത്. മുത്തുസ്വാമി ദീക്ഷിതർ മേളകർത്ത പദ്ധതിയെ അംഗീകരിക്കുന്നതായിട്ട് പറഞ്ഞില്ല. പുറകെ വന്ന ത്യാഗരാജസ്വാമി, പിന്നെ ശ്യാമാശാസ്ത്രികൾ, ഇവർ രണ്ടുപേരും ഇതിനെ അംഗീകരിച്ചിട്ടുമുണ്ട്. അപ്പോൾ എനിക്കൊരു സംശയം വന്നു, ഇതെന്താണ് മുത്തുസ്വാമി ദീക്ഷിതർ മാത്രം ഇതിന്? അപ്പം ഞാനപ്പോൾ ഓർത്തു ഈ സ്വരസ്ഥാനം ഒന്ന് പതുക്കെ ഒന്ന് പേപ്പറിലൊന്ന് എഴുതി നോക്കാം. അങ്ങനെ ഞാൻ ഷഡ്ജം, ശുദ്ധഋഷഭം, ചതുർശ്രുഷഭം, അന്തരഗാന്ധാരം, സാധാരണ ഗാന്ധാരം, അന്തരഗാന്ധാരം, ശുദ്ധമധ്യമം, പ്രതിമധ്യമം, പഞ്ചമം, ശുദ്ധദൈവതം, ചതുർശ്രുദൈവതം, കൈസിക നിഷാദം, കാല നിഷാദം, 12 സ്വരസ്ഥാനം കണ്ടു. അപ്പം ഇതിനെ ഈ 12നെ 16 ആക്കിക്കൊണ്ടാണ് വെങ്കടമഖി 1635 മേളകർത്ത പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. മേളകർത്ത പദ്ധതി ആവിഷ്കരിച്ചപ്പം ഈ 72 രാഗങ്ങൾക്ക് പേരുണ്ട്. ഇല്ല സാറേ, 72 രാഗങ്ങൾക്ക് പേരുണ്ട്. സംഗീത പിതാമഹൻ പുരന്ദരദാസറാണ്. പുരന്ദരദാസർ ജീവിച്ചിരുന്ന 1487 കാലഘട്ടത്തിലാണ്. അദ്ദേഹമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്ന ഈ പുസ്തകത്തിലെ പാഠഭാഗങ്ങൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നതെന്ന് പറയുന്നു. എനിക്ക് മൊത്തത്തിൽ കൺഫ്യൂഷനായി. കാരണം 72 മേളകർത്തരാഗത്തിന് പേര് കൊടുത്ത 1635 സംഗീത പിതാമഹൻ 1400 അപ്പോൾ ഇതെങ്ങനെ ശരിയാവും? മൊത്തം പ്രശ്നമായി. അങ്ങനെയുള്ള എൻ്റെ അന്വേഷണമാണ് ഇത് മൊത്തം ഇങ്ങനെയൊക്കെ ആയത്. അങ്ങനെയുള്ള ഞാൻ പിന്നെ അന്വേഷിക്കാൻ തുടങ്ങി, ഇതെന്താണ് ഇങ്ങനെ കണക്കുകളൊക്കെ മൊത്തം തെറ്റാണ് വരുന്നത്. കാരണം 1400 ജനിച്ച ആൾ നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗങ്ങൾ ചിട്ടപ്പെടുത്തി വെച്ചിരിക്കുക. സരളി വരിശകൾ, ജണ്ടവരിശകൾ, ഗീതങ്ങൾ, വർണ്ണങ്ങൾ, ഇങ്ങനെ പാഠഭാഗങ്ങൾ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട് 1400 പക്ഷെ 1600 ആളാണ് മേളകർത്ത പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ മേളകർത്ത പദ്ധതിയിൽ 15ാമത്തെ മേളകർത്താരാണ് മായാമാളകൂള. അപ്പോൾ ഈ 16 സ്വരസ്ഥാനങ്ങൾ വെച്ചിട്ടാണ് 72 മേളകർത്ത പദ്ധതി ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം ഞാൻ ചിന്തിച്ച്, ഞാനിങ്ങനെ കാണിക്കാൻ വേണ്ടി തന്നെ എടുത്തു വച്ചിരിക്കുന്നതാണ്. ഇതൊരു കീബോർഡിൻ്റെ ഹാർമോണിയത്തിൻ്റെ കട്ടയാണ്. അപ്പം ഈ 12 സ്വരസ്ഥാനങ്ങളാണ് സംഗീതത്തിലുള്ള 12 സ്വരസ്ഥാനങ്ങൾ സംഗീതത്തിലുള്ളത്. ഈ 12 സ്വരസ്ഥാനം മാത്രമാണ് ഇവിടുത്തെ അടിസ്ഥാനം, സംഗീതത്തിൻ്റെ അടിസ്ഥാനം. അതിനപ്പുറത്തോട്ടൊന്നുമില്ല. ഉണ്ടോ സാറേ? ഇല്ല. 12 സ്വരസ്ഥാനം സംഗീതത്തിൻ്റെ അടിസ്ഥാനം. ഞാൻ ഒരു വളരെ സംഗീത പ്രതിഭയായിട്ടുള്ള ചെമ്പൈ ആർ ശ്രീനിവാസ് സാർ ഒരു ദിവസം എന്നെ വിളിക്കുകയാണ് ഈ കഴിഞ്ഞിടയ്ക്ക്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചത്, സാറേ 72 മേളകർത്ത പദ്ധതി ആവശ്യമുണ്ടായിരുന്നു, നമുക്ക് 12 സ്വരസ്ഥാനം വെച്ച് 32 മേളകർത്ത പദ്ധതി അല്ലേ ഉണ്ടാവുകയുള്ളൂ എന്നങ്ങോട്ട് ചോദിച്ചപ്പോഴേ അദ്ദേഹം ആദ്യം എന്നോട് ചോദിച്ചു, പേരെന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ പേര് അനീഷ് എന്നാണ്. അപ്പോൾ എന്നോട് പുള്ളി എടുത്ത് വായിക്ക് പറഞ്ഞത്, ഞാൻ ഫുൾ ഫോൺ റെക്കോർഡാണ് അദ്ദേഹം പറഞ്ഞു, ഞാൻ ചോദിച്ചിട്ടാണ് റെക്കോർഡ് ചെയ്തത്. അദ്ദേഹം പറഞ്ഞത് താങ്കൾ പറഞ്ഞ വളരെ കറക്റ്റാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, സാറേ ഈ സരി ഗ അങ്ങനെ സരി എന്തിനാണ് സരി ഗ, ആ രണ്ടാമത്തെ രീയാണ് ഗായായിട്ട് പാടിയിട്ടാണ് കനകാംഗി എന്ന് പറയുന്ന രാഗം ഉണ്ടായിരിക്കുന്നത്. ഈ രാഗം ഉണ്ടായിരിക്കുന്നത് ഈ 12 സ്വരത്തെ 16 ആക്കിയോണ്ടാണ്. അതെന്തിനാണ്? ഇതാണ് എൻ്റെ ചോദ്യം. അതെന്തിനാണ് അങ്ങനെ ആക്കിയത്? സരി മ പദ ദ സ എന്ന് പാടിയാൽ ആകത്തില്ലേ? ആ നോട്ട് തന്നെ കേൾക്കുന്നത് ഇവിടെ. ഇതാണ് ഞാൻ ചോദിക്കുന്നത്. ആ കറക്റ്റ് നോട്ട് തന്നെ ഇവിടെ കേൾക്കുന്നത്. അതെന്തിനാണ്? സരി ഗ സരി എന്ന് പാടിയ ആ നോട്ട് തന്നെ അവിടെ കേൾക്കുന്നത്. ആ ശബ്ദമാണ് നമ്മൾ കേൾക്കുന്നത്, ആ ടോൺ, ആ ശബ്ദമല്ല നമ്മൾ കേൾക്കുന്നത്. അല്ല, അവിടെ നമ്മൾ കർണാട്ടിക് മ്യൂസിക്കിന് മാത്രം ഒരു ഗാന്ധാരം പേര് കൊടുത്തു. അങ്ങനെ വന്നപ്പം ഞാൻ അങ്ങനെ നോക്കി, ഈ 16 സ്വരസ്ഥാനം വെങ്കടമഖി ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ 2 സ്ഥലം വെറുതെ കിടക്കുക, അതിന് പേര് കൊടുക്കാനുണ്ട്. അപ്പം ഞാൻ ഓർത്ത് മുത്തുസ്വാമി ദീക്ഷിതൻ ഇനി അതാണോ ഉദ്ദേശിച്ചത്, പൂർണ്ണതയല്ലെന്ന് പറഞ്ഞത് എന്ന് എൻ്റെ മനസ്സിൽ ചിന്തിച്ച്. എനിക്ക് എൻ്റെ അറിവില്ലായ്മയാണോ ഒന്നും എനിക്കറിയില്ല. പക്ഷെ എൻ്റെ മനസ്സിൽ ചിന്തിച്ച്, അന്തരഗാന്ധാരം എന്ന് മാത്രം ഒരു ഗായം അവിടെ കിടക്കുന്നു, ശുദ്ധമധ്യമം എന്നൊരു മായം കിടക്കുന്നു. അതിനൊരു പേരും ആരും കൊടുത്തിട്ടില്ല. ബാക്കി എല്ലാ സ്വരത്തിനും പേര് വന്നിട്ടുണ്ട്, മൂന്നാമതൊരു പേര് വന്നിട്ടുണ്ട്. വെങ്കടരാമ രാഗാമൃതം